അർജുനു വേണ്ടി കർണാടക സർക്കാരിൻ്റെ തെരച്ചിലിൻ്റെ തീവ്രത കണ്ടിട്ട് സംഗണി ഷൂജയ പാർവതിക്ക് പോലും ഒരു കാര്യം തുറന്നു പറയേണ്ടി വന്നു. നോക്കൂ, AK അഭിലാഷ് അടങ്ങുന്ന മാധ്യമ സംഘം 3 കിലോമീറ്റർ ഇപ്പുറത്തു നിന്നാണ് റിപ്പോർട്ട് ചെയ്തത്. എന്താണ് ഷിരൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് കൃത്യമായി അവിടെ നിന്ന് നേരിട്ട് ആ ദൃശ്യങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നതിന് കഴിയാത്ത ഒരു സാഹചര്യം. പോലീസ് തടയുകയാണ്. ഇതേ പോലീസ് സംവിധാനം ഈ തെരച്ചിലിന് കഴിഞ്ഞ 5 ദിവസം ഊർജ്ജം കാട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ അർജുൻ വീട്ടിലിരുന്ന് TV കണ്ടേ. കേട്ടില്ലേ, ഈ നാവ് കൊണ്ട് ഇതുവരെ ഈ സർക്കാരിനെ കുറിച്ച് നല്ലൊരു വാചകം പറഞ്ഞില്ല. പക്ഷേ അയൽ സംസ്ഥാനത്ത് പോയി അവിടുത്തെ പ്രവർത്തനം കണ്ടപ്പോൾ ഇവിടുത്തെ സംവിധാനങ്ങൾ എത്രത്തോളം മഹത്വമാണെന്ന് ആ സംഖ്യ നാവ് കൊണ്ട് തന്നെ ഈ ഒരു അഭിപ്രായം പറയേണ്ടി വന്നു. ഇപ്പോൾ ബോധ്യപ്പെടുന്നില്ലേ? ഒരു വാചകം കൂടി അതിനോടൊപ്പം പറഞ്ഞിട്ടുണ്ട്. 3 കിലോമീറ്ററിനപ്പുറമാണ് ഞങ്ങളുടെ അഭിലാഷിനെ നിർത്തിയിരിക്കുന്നുവെന്ന്. ഈ നാട്ടിലാണെങ്കിലോ ഇങ്ങനെ ഒരു അവസ്ഥ ഇതുവരെ നേരിട്ടിട്ടുണ്ടോ? ഇപ്പോഴാണ് ബോധ്യപ്പെടുന്നത് ഈ നാട്ടിലെ സർക്കാർ സംവിധാനങ്ങൾ ഏത് നിലയ്ക്കാണ് മാധ്യമങ്ങളോട് ഇടപെടുന്നതെന്നും ഓരോ അപകട മേഖലയിലെല്ലാം ഇടപെടുന്ന രീതി എന്താണെന്ന് അനുഭവിച്ചറിയുന്ന സാഹചര്യം വന്നപ്പോൾ അറിയാതെയാണെങ്കിലും ഇങ്ങനെ ലൈവിൽ തുറന്നു പറയേണ്ടി വന്നു. ഇവിടുത്തെ സർക്കാരിനെക്കുറിച്ച് നല്ലതൊന്നും അറിഞ്ഞു പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യവുമായിട്ട് കർണാടകയിൽ ചെന്നപ്പോൾ ആട്ടി ഓടിക്കുന്ന അവസ്ഥ എത്തിയപ്പോൾ തുറന്നു പറയേണ്ടി വന്നു. പിന്നീട് ഒരു മലയാളി ജീവൻ അതിൻ്റെ അടിയിൽപ്പെട്ടപ്പോൾ അവർക്ക് വേണ്ടി 5 ദിവസം കാത്തിരിക്കേണ്ട ഗതികേട് വന്നപ്പോൾ അവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നതെന്ന് കണ്ടപ്പോൾ ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത് നമ്മൾ ന്യായീകരിച്ച് മെഴുകിയിരുന്നവരെല്ലാം എത്ര പരാജിതരാണെന്നുള്ള കാര്യം. കർണാടകയിൽ അപകടത്തിൽപ്പെട്ട ഒരു വ്യക്തി 5 ദിവസമായിട്ട് ജീവനുണ്ട് എന്ന് വീട്ടുകാർ പോലും ആവർത്തിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് കഴിഞ്ഞ 5 ദിവസമായി നമ്മൾ കാണുകയാണ്. മാധ്യമങ്ങളിൽ കഴിഞ്ഞ 2 ദിവസമായി തീവ്രമായി വാർത്ത കൊടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെ തിരിച്ചറിഞ്ഞത്. അവിടെ മാധ്യമങ്ങളെപ്പോലും കടത്തിവിടാത്ത സാഹചര്യമുണ്ടായപ്പോൾ വലിയ വാർത്താ പ്രാധാന്യമായപ്പോൾ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ വിളിച്ച് നിലവിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പരിസരത്ത് പോലും കയറ്റിയത്. അതുവരെ പടിക്ക് പുറത്തായിരുന്നു. ഇപ്പോൾ എന്ത് തോന്നുന്നു? ഈ നാട് നല്ലത് തന്നെയല്ലേ? ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ചില ഷൂജയമാർക്ക് പറയേണ്ടി വരുന്നില്ലേ? അതാണ് പറയുന്നത്. താരതമ്യം ചെയ്യുമ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇവിടെ ഇരുന്നു കൊണ്ട് വാചക കസർത്ത് നടത്താം. പക്ഷേ വസ്തുത എന്താണെന്ന് അനുഭവിക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ അനുഭവിച്ചപ്പോൾ അറിയാതെ പറയേണ്ടി വന്നു, ഈ സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഗതികേട് വരില്ലായിരുന്നു എന്നുള്ളത്. അയാൾക്ക് TV കണ്ടുകൊണ്ടിരിക്കേണ്ട അവസ്ഥ ഉണ്ടായേനേന്ന്. ആമേഴഞ്ചാം തോട്ടിൽ ഇതേ സംഭവം ഉണ്ടായപ്പോൾ എന്തൊക്കെ വായി തോന്നിയതാണ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ മനസ്സിലായോ? ആട്ടി ഓടിക്കപ്പെടുന്ന ഇടമാണ് കേരളം വിട്ടുകഴിഞ്ഞാൽ ബാക്കിയുള്ള ഇടങ്ങളിൽ മാപ്രകളുടെ അവസ്ഥയെന്ന്. അത് തിരിച്ചറിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ പറയുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. തിരിച്ചറിവുകൾ ഉണ്ടാകുന്നതും നല്ലതിനെ നല്ലതെന്ന് പറയുന്നതിനപ്പുറം വിമർശിക്കുന്നവർക്ക് എന്താണ് മറ്റുള്ള ഇടങ്ങളിൽ നടക്കുന്ന സംഭവവികാസങ്ങളെന്ന് ചില അനുഭവങ്ങൾ ബോധ്യപ്പെടുത്തി തരുന്നതും ചില തിരിച്ചറിവുകൾക്ക് സാഹചര്യം ഉണ്ടാകുമെന്ന് പറയേണ്ടി വരികയാണ്. എന്തായാലും ഷൂജയ ലൈവിൽ തന്നെ ഇത് പറഞ്ഞത് സർക്കാരിന് കിട്ടിയ ഒരു അംഗീകാരമായിട്ട് വേണം കാണാൻ. ഇവിടെ ഓരോ സംഭവവികാസങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ കാര്യക്ഷമതയോടുകൂടി ഇടപെടുമ്പോഴും അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നവർക്ക് അടുത്ത സംസ്ഥാനത്തൊരു സംഭവം ഉണ്ടായപ്പോൾ അവിടുത്തെ അനാസ്ഥ കണ്ടിട്ടും അതിൻ്റെ മെല്ലെപ്പോക്ക് കണ്ടിട്ടും അവിടുത്തെ മന്ദഗതികൾ കണ്ടിട്ടും ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുമ്പോൾ അത് കേരള സർക്കാരിന് കിട്ടുന്ന ഒരു അംഗീകാരം തന്നെയാണ്.